ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് ആലക്കോട് ടൗണിലാണ്. ആലക്കോട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇന്ന് ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം ആലക്കോട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ളിലോട്ട് ആരെയും കയറ്റി വിടുന്നില്ല. നമ്മൾ ഈ ജ്വല്ലറിയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റി. ഇന്ന് ബോച്ചയും ഹണി റോസും ചേർന്നാണ് ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുറച്ച് പഴയ സ്റ്റാഫിനെല്ലാം കണ്ടു, അവരെല്ലാം കണ്ട് സന്തോഷമായി. കണ്ണൂരിലുള്ള മാതിരിയുള്ള വലിയ ഷോറൂമല്ല, ഒരു ആവറേജ് ഒരു നിലയിലുള്ളൊരു ഷോറൂമാണ്. ആലക്കോടുള്ളവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. കാരണം ആലക്കോട് ഏറ്റവും വലിയ ഒരു ജ്വല്ലറി ആയിരിക്കും ഈ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി. കൂടുതലും കണ്ണൂർ ഷോറൂമിലുള്ള സ്റ്റാഫുമാർ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ബോച്ചയും ഹണി റോസും എത്തിയിട്ടില്ല. അവരെത്താൻ ഒരു 10-11 മണിയാവും. അതിനു മുമ്പിൽ ഷോറൂമിൽ കയറി കുറച്ച് വീഡിയോസ് എടുത്തതാണ്. പുതിയ ഷോറൂം ആയതുകൊണ്ടായിരിക്കും പുതിയ കുറേ കളക്ഷൻസെല്ലാം വന്നിട്ടുണ്ട്. ഉദ്ഘാടകർ വരുന്നതിന് മുമ്പ് ജ്വല്ലറി കയറി വീഡിയോ എടുത്തതാണ്. ഉദ്ഘാടകർ വന്നു കഴിഞ്ഞാൽ സ്റ്റാഫിനൊഴികെ നമുക്ക് ജ്വല്ലറിക്കകത്ത് കയറാൻ പറ്റില്ല. അവർ പോകുന്നവരെ, ഹണി റോസും ബോച്ചയും പോകുന്നവരെ നമ്മൾ വെളിയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കയറി എല്ലാ കളക്ഷൻസും പുതിയ ആഭരണങ്ങളെല്ലാം ഒരു വീഡിയോ ചെയ്തതാണ്. ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായി കുറേ പേർക്ക് ധനസഹായവും വീൽ ചെയറെല്ലാം കൊടുക്കുന്നുണ്ട്. അവരാണ് ഈ ചെയറിലിരിക്കുന്ന ആൾക്കാർ. ആലക്കോട് ബ്രാഞ്ചിൻ്റെ മാനേജേഴ്സാണ് ഈ 2 പേരും. നേരത്തെ പറഞ്ഞതുപോലെ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക്
ഡയമണ്ട് റിംഗ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമ്മാനങ്ങളുടെ കാര്യങ്ങളൊക്കെ മറക്കാണ്ടിരിക്കാം. വീണ്ടും വീണ്ടും പറഞ്ഞു മേടിച്ച് നമ്മുടെ ഭാഗ്യമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ സ്വന്തം ചെയ്യും. ബബിത ഇവിടേക്ക് ഒന്നുകൂടി വിഷ് പ്ലീസ് ഒന്ന് വിഷ് ചെയ്ത്. ഇവിടുന്ന് ആരും വിഷ് ചെയ്ത് കണ്ടില്ല. എല്ലാവരും ഓക്കെ. ആലക്കോടിന്റെ സ്നേഹം ഇത്രയും നേരം നിങ്ങൾ അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സെലിബ്രേഷൻ്റെ ഒരു മൂഡൊന്നും ഇല്ല. നമ്മൾ ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുടക്കത്തിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്. എന്തായാലും ഈ ഒരു സമയത്തും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു, നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ബോഷയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി ഏറ്റവും അദ്ദേഹവും ഇവിടെ എത്തി. പ്രവർത്തിച്ച് ഏറ്റവും മുൻപ് കാണിക്കുന്ന നമ്മുടെ സ്വന്തം കോച്ചിയെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ സങ്കടത്തിലും അവരോടൊപ്പം താങ്ങായി നിൽക്കുന്നു നമ്മുടെ കോച്ച് ഇന്ന് നമ്മളോടൊപ്പം ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് വരും മാസങ്ങളിലൊക്കെ ചെയ്തു വരിക. ഓക്കെ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഗ്രൂപ്പ് ചെയ്തു വരുന്നുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ. ആദ്യമായിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിനെ ഇവിടെ ഔദ്യോഗികമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ജോജി കന്നിക്കാട്ട് പ്രസിഡന്റ് മാത്രമല്ല 5 ദിവസം മാത്രമേ തെണ്ടേണ്ടി വന്നുള്ളൂ, അല്ലെങ്കിൽ തുടർന്ന് തെണ്ടി ഞാനൊരു തെണ്ടിയായി പോയ ഒരുപാട് പേര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2 ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചു. ഞാൻ ക്യാമ്പിൽ പോയപ്പോ എല്ലാവരും നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എന്നെ കരയിച്ച ഒരു സംഭവം, ഞാൻ തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോ ഒരു ചെറിയ കുട്ടി, ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടി, പെൺകുട്ടിയാണ്, ഓടി വന്ന് കയ്യുമ്മ പിടിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ അവരുടെ ഫാദറും മദറും എല്ലാവരും പോയി. ഒരൊറ്റ കുട്ടി ആ സ്കൂളിൽ ക്ലാസ് റൂമിൽ ആ ക്രൗഡിൽ ജീവിക്കുകയാണ്. എന്റെ കൈ പിടിച്ചപ്പോൾ ഞാൻ നടന്ന് വണ്ടിയിലോട്ട് കയറി എൻ്റെ കൂടെ പോരും. എനിക്ക് കൊണ്ടുപോകണോ ഉപേക്ഷിക്കണോ എന്ന് പറയാൻ പറ്റില്ല. കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ നിയമപ്രശ്നമുണ്ട്. കുട്ടീനെ നേരെ അങ്ങോട്ട് കയറ്റി കൊണ്ടുപോയി അടുത്ത വിവാദം നിങ്ങൾക്ക് അറിയാലോ. എന്ത് നല്ലത് ചെയ്താലും വിവാദം ഉണ്ടാവും, അത് സാരില്ല.
അതുകൊണ്ട് ഇപ്പൊ കളക്ടറുടെ അടുത്തേക്ക് നമ്മുടെ ആൾക്കാർ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് 3-4 പിള്ളേരെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് തൽക്കാലം. അപ്പോ ഒരുപാട് അവിടെ കണ്ണ് നനയുന്ന രംഗങ്ങളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ഈ സമയത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്, ഫാൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും കൂടെ നിന്നതിന് നന്ദി 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 മാത്രമേ പറയാനുള്ളൂ. ഒന്ന് സജ്ജീകരിച്ച് നിർത്തുക. ജോജി അവര് 2-3 പേര് പറയും. അപ്പൊ ആ ഓർഡറിൽ നാരായണി ആദ്യത്തെ 1-2 ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മറ്റൊക്കെ പിന്നെ നമ്മള് റെസീറ്റ് മേടിക്കണം, എന്നിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. ഈ പേര് വിളിക്കാണ് അബ്ദുള്ള. 2-3 പേര് പറയാം. പുതിയ പുരയിൽ അബ്ദുള്ള. ബോച്ച ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുപാട് പേർക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഈ അവസരത്തിൽ രാജമ്മ സൈമൻ, ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ അവർ നേരിട്ട് വന്ന് ബോച്ചയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ധനസഹായം കൈപ്പറ്റുന്നത്. അംബു സി പി, എം ജെ ചാക്കോ, പേര് വിളിച്ച പെട്ടെന്ന് ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി എം ജെ ചാക്കോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗമിനി, പോൾ കിഴക്ക്, രഞ്ജിത്ത് എം പി, രാകേഷ്, ചന്ദ്രിക നിവാസ്, രാകേഷ് എ, ചന്ദ്രിക നിവാസ്, ഭാസ്കരയ്യം, കുഞ്ഞിമൊയ്തി. രോഗികൾക്കുള്ള ധനസഹായമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ഞാൻ വരുന്നതിനും ഇവര് വന്ന് കയറി കയ്യടി വാങ്ങാറുണ്ട്. പക്ഷെ അതൊരു കലാകാരനൊക്കെയാണ്. ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ, എന്റെ കടയിൽ പോയിട്ട് പെട്ടെന്ന് കാശൊന്നും ചോദിക്കരുത്. തെറ്റിദ്ധരിച്ചിട്ട് ഞാനാണെന്ന് വെച്ചിട്ട് എടുത്തു കൊടുക്കും. അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നോളൂ, കടയിൽ പോയിരുന്നേക്കാം.